ഹായ് നമസ്കാരം, ഞാൻ ആഷിലാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൽ ചർച്ച ആയിക്കൊണ്ടിരുന്ന കംബോഡിയൻ ഗ്രേപ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ പല സ്ഥലത്തുള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇത്രയും നമ്പേഴ്സ് കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1000 അടുക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ 1 മന്തിലേക്ക് അടുപ്പിച്ച് വരികയാണ്. 26, 25, 25 ഒക്കെ ആകുമ്പോൾ നമുക്കിതൊരു 1 മന്ത് ആവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ടേസ്റ്റൊക്കെ ചെയ്തിട്ടുള്ള മധുരമാണെന്ന് സർട്ടിഫൈ ചെയ്ത കംബോഡിയൻ മുന്തിരിയാണിത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. നമുക്കിതിൽ നിന്നൊരു മുന്തിരി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയുടെ അതേ കളറും കാര്യങ്ങളൊക്കെയാണ്, അതേപോലത്തെ ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് ശരിയല്ല എന്നറിയാം, എന്നാലും നമുക്കിവിടെ ടേസ്റ്റ് ചെയ്താൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് നമുക്ക് വരുന്നത്. കളറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, നല്ല ജ്യൂസ് അടിക്കുന്ന മുന്തിരിയുടെ അതേ കളറാണ്. നല്ല മധുരമാണ്, പുളിപ്പ് കാര്യങ്ങളൊന്നുമില്ല, വെട്ടിക്കളയേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ധൈര്യമായിട്ട് വയ്ക്കാം, ഞാൻ എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇനി കംബോഡിയൻ മുന്തിരിയുടെ വിത്തിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നാളെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുണ്ടോ, അത്യാവശ്യം പഴുത്ത മുന്തിരിയാണ്. നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയുടെ അതേ കളറ്, നല്ല കളറാണ്. ഇതുണ്ടോ, ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ. ഗോതമ്പിൻ്റെ സമാനമായിട്ടുള്ള വലിയ ടൈപ്പ് വിത്താണ് നമുക്കിതിന് വരുന്നത്. ഇതുണ്ടല്ലോ, ഇതിൽ ഉണ്ടാവുന്ന കിഴങ്ങാണ്. ഈ കിഴങ്ങ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിൻ്റെ പുറകെ പോവുക. കാരണം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ടൈമിൽ തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് ചെടിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്ത് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം നല്ല രീതിയിൽ സക്സസ് ആയി. ഇനിയും നമുക്ക് പന്തൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കിഴങ്ങുകൾ ഇതിൻ്റെ അടിയിലുണ്ടാവും. നിങ്ങൾ സൂക്ഷിച്ച് അറിയുകയാണെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ മാത്രമേ എടുക്കരുത്. വെറുതെ ഇത് റാൻഡം ആയിട്ട് കട്ട് ചെയ്ത് നശിപ്പിക്കരുത്. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ടൈമിൽ ബ്രൂണും ചെയ്യരുത്. ഫ്രൂട്ട്സ് കറൻ്റ് ഉണ്ടാകുന്ന ടൈമിൽ ബ്രൂണും ചെയ്യരുത്. ഇതേപോലെ കിഴങ്ങളുടെ പുറകെ പോകരുത്. കാരണം ഇത് ആ ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യാജന്മാരെ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിഴങ്ങിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. നമസ്കാരം, എൻ്റെ പേര് ആഷിൽ എന്നാണ്. ഞാൻ പാലാരോട്ടം ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, IT കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ആലുവ ഗ്യാരേജിൻ്റെ അവിടെ നിന്നൊരു 600 മീറ്റേഴ്സ് അകത്തായിട്ടാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് സ്ഥലപരിമിതി, നമുക്ക് വീട് ഉൾപ്പെടെ നമുക്ക് പ്ലോട്ട് വരുന്നത് 5 സെൻറ്റിലാണ്. 5 സെൻറ്റിൽ സ്ഥലപരിമിതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. എക്സോട്ടിക് ഫ്രൂട്ട്സ് കോവിഡിന് ശേഷമാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. കോവിഡിന് ശേഷം എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് നമ്മൾ ചെയ്തു നോക്കി. ഗ്യാക്ക് അങ്ങനത്തെ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് ചെയ്തു നോക്കി. അത് നല്ല രീതിയിലുള്ള സക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പയ്യെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം പയ്യെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ സക്സസ്സാണ്. ഒരു 90-95% നമ്മൾ ഈ പ്ലോട്ടിൽ വെച്ചതെല്ലാം സക്സസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് റിസർച്ച് അതിനുവേണ്ടി ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഈ ക്ലൈമറ്റിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഉണ്ടാവുന്നതാണെങ്കിൽ നല്ല റിസൾട്ടാണ് വരുന്നത്. നമ്പേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ട് കൂടി. അങ്ങനെ ഞാൻ ഓരോന്ന് ആഡ് ഓൺ ചെയ്തപ്പോഴാണ് ഈ ഗ്രേപ്സിൻ്റെ കാര്യത്തിന് നമ്മളൊന്ന് സ്ട്രൈക്ക് ചെയ്തത്. അതായത് എനിക്ക് ഗ്രേപ്സ് വലിയ താല്പര്യമില്ല വീട്ടിൽ വയ്ക്കാൻ. കാരണം എൻ്റെ പ്ലോട്ട് നല്ല രീതിയിൽ പോകും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേപ്സ് പൊതുവേ ഉണ്ടാകുന്നത് പുളിപ്പാണ്. അപ്പോൾ ഭയങ്കര പ്രീമിയം വീടുകളിലൊക്കെ വീണ്ടും ഫ്രണ്ടേജിൽ നല്ല രീതിയിൽ ഭംഗിക്കൊക്കെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട് ഗ്രേപ്സ്. പിന്നെ ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പോൾ വെളിയത്ത് ഗാർഡൻസ് പറഞ്ഞിട്ട് അവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ചില ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ് എന്നൊരു പേര് കണ്ടത്. അപ്പോൾ ഇൻ കേസ് അത് ബോൾ ഗ്രേപ്സ് ആയാലോ എന്നൊരു ക്യൂരിയോസിറ്റിയിലാണ് എന്നാൽ ഇത് നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തത്. ബോൾ ഗ്രേപ്സ് അങ്ങനെ സുപരിചിതമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ മേ ബി റെഡ് കളറിലുള്ള വലിയ ബോൾ ഗ്രേപ്സ് ആകട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പയ്യെ നമ്പേഴ്സ് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്നത്. ചെറിയ രീതിയിൽ വന്നിട്ട് അത് ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി. ഇതെന്താണ്, ഇത് എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. പിന്നെ കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സിനെ കുറിച്ചുള്ള റിസർച്ച് ആരംഭിച്ചു. അപ്പോൾ ഓൺലൈനിൽ ഇത് വൈൽഡ് ഗ്രേപ്സ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റെഫറൻസോ കാര്യങ്ങളില്ല.
അപ്പോൾ വേൾഡ് വൈഡ് പല ഗ്രേപ്സിൻ്റെയും സ്പീഷീസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് നോളജ് കിട്ടി. ഓവറോൾ ഒരു നോളജ് വെച്ചിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാം, ഷീറ്റോ കാര്യങ്ങളോ ഒന്നും വലിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോൾ എറണാകുളത്തെ ചൂടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് 16 ബഞ്ചസ് നമുക്ക് കറൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല പൊരിവെയിലത്താണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ആകെ ചിലവ് വന്നേക്കുന്ന ഒരു 80 രൂപയുടെ കോസ്റ്റായിരുന്നു വന്നത്. ഇതിൻ്റെ തണ്ടിന് ആകെ 80 രൂപയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വേറെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് ഹോബി പർപ്പസാണ്, കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് എമൗണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തത്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രീൻ കളറിലുള്ള നല്ല ബഞ്ചസ് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് ഇത് പഴുക്കുന്നതിന് തൊട്ട് മുന്നേ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്പേഴ്സ് എന്തായാലും 500-ന് എബോവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ 2-3 സർട്ടിഫിക്കേഷൻ നമുക്കൊരു നല്ല നോളജുള്ള ആൾക്കാരുടെ അടുത്ത് പല ആൾക്കാരുടെ അടുത്ത് റെഫർ ചെയ്തപ്പോൾ മിക്കവരും ഇതിനെക്കുറിച്ച് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതിൻ്റെ പകുതി പോലും വെയിറ്റേജ് എവിടെയും വന്നിട്ടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. അതിനുശേഷം ഞാനിപ്പോൾ കർഷകശ്രീയുടെ ഹെഡ് അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനുശേഷം ഇവിടെ വെരിഫൈ ചെയ്തപ്പോൾ മനസ്സിലായി ഒരു 4-4.5 കിലോ ഫസ്റ്റത്തെ കൊലയ്ക്ക് തന്നെ വെയിറ്റേജ് വരുന്നുണ്ട്. നമ്പേഴ്സ് വരുമ്പോൾ 600+ ആയിരുന്നു വന്നത്. അപ്പോൾ അത് കൺഫേം ആക്കി. അതിനുശേഷം പിന്നെ നമ്മൾ പല സ്ഥലത്ത് അനലൈസ് ചെയ്ത് പല കൃഷിക്കാർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പകുതി പോലും നമ്മുടെ കറൻ്റ് ഈ ഒരു നാട്ടിലുണ്ടായിട്ടില്ല. പിന്നെ കമ്പം, തേനി, മൂന്നാർ തണുപ്പുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഇതിൻ്റെ പകുതി പോലും നമുക്ക് വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രൂട്ട്സ് കളക്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത് ചിലതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. സജസ്റ്റ് ചെയ്യുന്ന അബിയു, നിങ്ങൾക്ക് അറിയാവുന്ന അബിയു, അങ്ങനെ കുറച്ച് സാധനങ്ങളെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ആൾക്കാരുടെ പ്രതീക്ഷ ഭയങ്കരമായിരിക്കും. നമുക്കൊരു എക്സോട്ടിക് ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും ആൾക്കാർക്ക്, എന്തുണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വൾഗർ ടേസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കയ്പ്പ് മധുരം ഇല്ലാതൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സ് മടുക്കും. അപ്പോൾ ഈ പറഞ്ഞ അബിയോ അങ്ങനെ വളരെ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ, ഇവിടെ വരുന്നവർക്കാണെങ്കിലും സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിലെ ഒന്നാണ് ഈ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കംബോഡിയൻ ഗ്രേപ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 വീക്സിൽ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചിലർ നിങ്ങൾ വന്നിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ, മീഡിയാസ് കാര്യങ്ങൾ എല്ലാവർക്കും ഞാനിത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഞാനിത് ടേസ്റ്റിംഗ് സെഷൻ വെച്ചിട്ട് എല്ലാവരും അപ്രൂവ് ചെയ്തേക്കുന്നതാണ്. ഇതിന് മധുരമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുളിച്ച് നമുക്കിത് തുപ്പിക്കളയേണ്ടി വരത്തില്ല, ഇത് വെട്ടേണ്ടിയും വരത്തില്ല. പിന്നെ ഒരു ആവറേജ് ഒരു 20-25 ഇയേഴ്സ് വരെ അപ് ടു നോർമൽ ഒരു ഗ്രേപ്സിൻ്റെ പ്ലാന്റിന് ലൈഫ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. ഞാൻ വാങ്ങിച്ച നഴ്സറിയിൽ 1 ഇയർ താഴെയാണ് ഈ കംബോഡിയൻ ഗ്രേപ്സ് വന്നിട്ടുള്ളത്, ഇതിൻ്റെ തൈകൾ വന്നിട്ടുള്ളത്. എനിക്ക് 6 മന്ത്സിൽ ഇത് ഫ്ലവർ ചെയ്തു. ഇത് 8 മന്ത്സിലെ സ്റ്റേജാണ് നിങ്ങൾ കാണുന്നത്. 8 മന്ത്സിലാണ് ഇത്രയും 16 ബഞ്ചസ് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടായി വരുന്നുണ്ട്. മേ ബി ഓൾ സീസൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓൾ സീസൺ ആണെങ്കിൽ ഇത് ഭയങ്കര വലിയ ലക്കാണ്. കാരണം നമ്മൾ 250 ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇത്രയും കോസ്റ്റിൽ നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഇപ്പോൾ നോർമൽ ഒരു സാധാ നമ്മൾ ലോക്കലായിട്ടുള്ള ഒരു മുന്തിരിക്ക് 1 കിലോ വരുന്നത് 140 രൂപയാണ് ഇപ്പോഴത്തെ കറൻ്റ് കോസ്റ്റ്. അത് കൂടാനേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഒരു കറൻ്റ് റോട്ടിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് 140 റേഞ്ചാണ് വരുന്നത്. ഇപ്പോൾ 16 ബഞ്ചസ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, വെറും 250 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കോസ്റ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കെയർ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 8 മന്ത്സിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് ലഭിക്കും. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് നമുക്ക് വേണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ തണുപ്പ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എറണാകുളത്തെ ചൂട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ആലുവത്തെ ചൂട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ കാറ്റൊന്നും ഭയങ്കരമായിട്ട് കിട്ടാത്ത ഇവിടെ ഫുൾ വീടുകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷനിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പോട്ടിലൊന്നും വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങുകൾ ഈ ഒരു സൈസിലൊക്കെ ഒരു കിഴങ്ങുകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ പോട്ടിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വീടിൻ്റെ മുകളിലേക്ക് കയറ്റാനോ അല്ലെങ്കിൽ ഇതേപോലെ പന്തലൊക്കെ അടിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ വേറെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംബോഡിയൻ ഗ്രേപ്സിന് വെയിറ്റേജ് കൂടുതലാണ്, നമ്പേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബഞ്ചസൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പന്തൽ നിങ്ങൾ എന്തായാലും ആ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് വരും. നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നല്ല മരത്തിൻ്റെയൊക്കെ നല്ല കുറ്റിയൊക്കെ വെച്ച് നല്ല രീതിയിൽ പന്തൽ നിങ്ങൾ അടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ചെയ്തത് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണ് ഇത്രയും താഴ്ന്ന് കിടക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൊരു മുന്തിരിയാന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെറിയ രീതിയിൽ ഇങ്ങനെ കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ഥലപരിമിതി നമ്മൾ ചെയ്തത്. ഇതിൻ്റെ വെയിറ്റേജ് കാരണം ഇങ്ങനെ താങ്ങി ഈ ഒരു ലെവലിലേക്ക് വെയിറ്റ് കാരണം ഇങ്ങനെ വന്നേക്കുന്നതാണ്. ഇത് ബ്രൂൺ ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ തണ്ടുകൾ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡബിൾ ചെയ്ത് വരുന്നു. ബ്രൂണിങ് പ്രോസസ്സ് അറിയാത്തവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മതി, സിമ്പിളായിട്ട് പഠിക്കാവുന്നുള്ളൂ. മെയിനായിട്ടുള്ള സ്റ്റെമ്പ് നിലനിർത്തുക, ബാക്കിയുള്ളതെല്ലാം ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് കളയുക. അതാണ് സിമ്പിളാണ് ബ്രൂണിങ് പ്രോസസ്സ്. ബ്രൂണിങ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രേപ്സിനെ സംബന്ധിച്ച്. ബ്രൂണിങ് പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് ഭയങ്കര തള്ളി അതിൻ്റെ ഒരു റിസൾട്ട് പുറത്തേക്ക് വരുള്ളൂ. ഈ പറഞ്ഞ പോലെ ഗ്രേപ്സ് ആണെങ്കിലും ലീവ്സും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് ഭയങ്കരമായിട്ട് തള്ളിച്ച അതിന് വരും. അപ്പോൾ ബ്രൂണിങ് പ്രോസസ്സ് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതറിയാത്തൊരു ഒരു 3-4 വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ടുള്ള ടൈം ഗ്യാപ്പൊന്നും വേണ്ട, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ.
ഈ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള തണ്ട് നിർത്തുക, ബാക്കിയെല്ലാം കവർ ചെയ്ത് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പടർത്തുക. അതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പന്തലിലേക്കൊക്കെ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ പന്തലാണ് മെയിനായിട്ടൊരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ കാണുന്നവർക്കൊക്കെ തൊട്ട് താഴത്ത് ഇങ്ങനെ നിൽക്കാം. നിങ്ങൾക്കിപ്പോൾ എനിക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ കമ്പം തേനിയിലൊക്കെ കാണുന്ന പോലെ തലയുടെ മേളിൽ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്തിരിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഫോം ചെയ്യാനുള്ള സാധിക്കും. അപ്പോൾ പന്തൽ നല്ല രീതിയിൽ തന്നെ ചെയ്യണം, അതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ കംബോഡിയ ഗ്രേപ്സ് വെക്കാൻ പോകുന്നവരടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ഡെയിലി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് വരും. കാരണം എനിക്ക് വേറെ പ്രൊഫഷൻ ഉണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ സാപ്ലിങ്സ് ഇതിൻ്റെ തൈകളൊന്നും വിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പ്രൊഫഷണൽ ജോബ് ഉണ്ട്, ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ഡെയിലി ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം. പിന്നെ വേറൊരു വലിയൊരു എക്സാമ്പിൾ, സ്ഥലത്തിൻ്റെ പേടിക്കേണ്ട. കാരണം നമ്മളത് ചെയ്യുന്നത് ആ രീതിയിൽ പടർത്താനൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ചെറിയ സ്ഥലത്ത് വേണമെങ്കിൽ പോലും ഇതേപോലെ നമുക്ക് ചെയ്യാം. സ്ഥലം കൂടുതലുള്ളതാണെങ്കിൽ 2 തൈയൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ബ്രൂണൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒരു മുന്തിരി കൊലകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ എന്തായാലും വരും. കാരണം മുന്തിരി തന്നെ ഒരു അത്ഭുതമാണ്. ഈ പറഞ്ഞ പോലെ 250 ഗ്രാംസാണ് നമുക്ക് കൊലയൊക്കെ കിട്ടുന്ന നോർമൽ സൈസ് വരുന്നത്. അപ്പോൾ 250 ഗ്രാമിൽ നിന്ന് ഇരട്ടിയുടെ ഇരട്ടി വരും, 4-5 ഇരട്ടി ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ അലങ്കാര ചെടിയായിട്ടൊക്കെ വെക്കാം. കൊമേഴ്ഷ്യൽ പർപ്പസ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 250 ഗ്രാംസ് അല്ലെങ്കിൽ 300 ഗ്രാംസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ആൾക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമാണ് അത് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഒരു 3-4 മാസം വരെ നമുക്കൊരു വിളവ് ലഭിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര ഇരട്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കാം. കൂട്ടുകാർക്ക്, കസിൻസ് എല്ലാവർക്കും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കാര ചെടിയായിട്ട് വീട്ടിൽ വെക്കും. പിന്നെ പലപ്പോഴും നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറയും, നമ്മുടെ വീട്ടിൽ അങ്ങനെയുണ്ട് ഇതുണ്ട് ഉണ്ടായി എന്നൊക്കെ പറയും. ചിലപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല, ഫുൾ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിലായിരിക്കും. ഇതങ്ങനെയല്ല. ഇപ്പോൾ ഇത് കുറേ കൊലകളുള്ളതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് ഇത് എന്തായാലും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 2 മാസമൊക്കെ നിങ്ങളുടെ കസിൻസ് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കാണിച്ചാൽ പോലും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ മുന്തിരി കൊലകൾ നമുക്ക് ഒറ്റയടിക്ക് ഇത് ഉണ്ടാകുമ്പോൾ തന്നെ കട്ട് ചെയ്യരുത്, ഇതിന് ടൈം ഗ്യാപ്പ് കൊടുക്കുക. ഇതിങ്ങനെ ഉണ്ടായി സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ കുറച്ച് നാളത്തേക്ക് അതിലുണ്ടാവും. അതായത് ഒരു തേനീച്ചക്കൂടിൻ്റെ സമാനമായിട്ട് റൗണ്ട് ഷേപ്പിലുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഇനീഷ്യലി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫലം ഉണ്ടാവത്തില്ല. നിങ്ങൾ നോക്കുക സൈഡിൽ ഗ്യാപ്പിലൊക്കെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും അവിടെ എല്ലാം ഈ മുന്തിരി എല്ലാം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടിയും പറയുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇത് വീടുകളിൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ടും പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലേക്ക് എത്തണം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന പ്രൈസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് 250 റേഞ്ചിൽ വെച്ചേക്കുന്നത്. ഒരു 850ക്കും കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് അറിയാം. അതൊരു പ്രീമിയം സെക്ടറിലേക്ക് മാത്രം ഇത് പോയിട്ട് കാര്യമില്ല, എല്ലാവരുടെയും വീട്ടിൽ ഇത് ചെയ്യാം. ആ ഒരു പർപ്പസിനാണ് 250 പ്രൈസ് റേഞ്ച് ആ നഴ്സറിക്കാർ വെച്ചേക്കുന്നത്. കറൻ്റ്ലി ഞാൻ സെയിൽ ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആ നഴ്സറി ത്രൂ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നുള്ളൂ 250 റുപ്പീസിന്. പിന്നെ ഈ പറഞ്ഞ പോലെ മധുരമാണ്. ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം പലവരും. ഈ പറഞ്ഞ പോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയിൽ മുന്തിരിയൊക്കെ വെച്ചിട്ട് പൈസ പോയതാ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. പൈസ പോകത്തില്ല, വെട്ടിക്കളയേണ്ട ആവശ്യമില്ല, നന്നായിട്ട് പരിചരിക്കുക. ഈ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. മധുരമുണ്ട്, അതുകൊണ്ട് വെട്ടിക്കളയേണ്ടി വരില്ല. കയ്പ്പ് പുളി സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഫോട്ടോ എടുക്കാൻ മാത്രമുള്ള പർപ്പസ് അല്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിള്ളേർക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇത് വെക്കുകയാണെങ്കിൽ ഇത് ഒറിജിനൽ പ്ലാന്റ് തന്നെ വെക്കുക. 250 കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പരിചരിക്കുക. എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ് നമ്മുടെ നാടുകളിൽ ഉണ്ടാവട്ടെ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.